എന്നും ക്യാബേജ് കൊണ്ട് തോരൻ വെച്ച് കഴിക്കണം. നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി ആഗ്രഹിക്കാറില്ലേ? അപ്പോൾ ഇന്ന് നമ്മളുണ്ടല്ലോ ക്യാബേജ് കൊണ്ട് നല്ലൊരു വെറൈറ്റി ആയൊരു കറിയാണ് കേട്ടോ. ചപ്പാത്തിലേക്ക്, ചോറിലേക്ക്, പൊറോട്ടയിലേക്ക് ഏതിലേക്കും പറ്റണം നല്ലൊരു അടിപൊളി കറിയാണ് കേട്ടോ നമ്മളുണ്ടാക്കുക. സ്മിത, അപ്പോൾ നമ്മുടെ പാചകത്തിലേക്ക് പോയാലോ? ബയോട്ടാ. ഇന്ന് ഞാനുണ്ടല്ലോ ക്യാബേജാണ് കറി വെക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്യാബേജിലേക്ക് വേണ്ട സാധനങ്ങൾ, ക്യാബേജ് ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു 1/2 കിലോൻ്റെ അടുത്തേക്കുണ്ടാവും കേട്ടോ. പിന്നെ 2 കോഴിമുട്ട എടുത്തിട്ടുണ്ട്, 3 അത്യാവശ്യം വലിപ്പമുള്ള 3 സബോള അരിഞ്ഞെടുത്തിട്ടുണ്ട്, പിന്നെ 2 ടീസ്പൂണോളം ഇഞ്ചി നല്ല കനം കുറച്ച് അരിഞ്ഞ് നോക്കണേ, 2 പച്ചമുളക്, ഒരു 8 വെളുത്തുള്ളി നന്നായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതാ തീ കത്തിച്ച് നമ്മുടെ പാൽ അടുപ്പുമ്പോൾ കഴിക്കാം. ഈ പാലുണ്ടല്ലോ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. പാൻ നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഇതാ 2 ടീസ്പൂണ് വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഈ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ അപ്പം തന്നെ അരിഞ്ഞ് വെച്ച ക്യാബേജ്, പിന്നെ നമ്മളിതാ 2 പച്ചമുളകാണ് അത് അരിഞ്ഞെടുത്തോണേ, അതിൻ്റെ നേർപകുതി ഇട്ട് കൊടുക്കണം. അതേപോലെ ഇഞ്ചിയുടെ നേർപകുതി. ഇനി നമുക്കിതിലേക്ക് ഉപ്പും പൊടിയായിട്ട് ഇട്ട് കൊടുക്കണേ. ഇതിൻ്റെ പാകത്തിനനുസരിച്ചുള്ള ഉപ്പും പൊടി. ഇപ്പം ഞാൻ ഈ ക്യാബേജൊക്കെ വെന്ത് കഴിയുമ്പോൾ നന്നായി കുറയും. അപ്പോൾ ഒരു 1/2 ടീസ്പൂണോളം ഉപ്പും പൊടിയാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ ക്യാബേജ് നന്നായി കഴുകി വെള്ളം വാറ്റി എടുത്തിട്ടുള്ളതാട്ടാ. നമ്മുടെ വീട്ടിലെ ക്യാബേജ് ആയ കാരണമാണ് എനിക്കിത് ഇത്രയ്ക്ക് തൂക്കം എന്ന് പറയാൻ പറ്റാണ്ടായത്. എന്തായാലും മാക്സിമം ഒരു 1/2 കിലോൻ്റെ അടുത്തേക്കുണ്ടാവും. ഞാനേ ക്യാബേജ് മൂടി വെച്ച് വേവിക്കുന്നില്ല. കാരണം മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കുഴഞ്ഞു പോകും. കാരണം നമ്മുടെ ക്യാബേജിൽ വെള്ളം ഉണ്ടാവുമല്ലോ. അപ്പോൾ തുറന്ന് വെച്ചിട്ടാണ് ക്യാബേജ് വേവിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും. അപ്പോൾ ഇതാ നമ്മുടെ ക്യാബേജ് വെന്തിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്തു. ഇനി ഉണ്ടല്ലോ ഈ ക്യാബേജ് നന്നായിട്ടൊന്ന് ചൂടാറി കിട്ടണം കേട്ടോ നമുക്ക്. അപ്പോൾ ക്യാബേജ് നന്നായി ചൂടാറിയിട്ടുണ്ട്. അത് ഇതാ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ആക്കണം. ഈ ക്യാബേജിലേക്ക് നമ്മൾ 2 കോഴിമുട്ട ഉടച്ച് വയ്ക്കണം. നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ. കണ്ട ഇതേപോലെ ക്യാബേജും മുട്ടയും രണ്ടും കൂടി നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുക്കണം. ഇനി നമുക്കുണ്ടല്ലോ ഒരു കിണ്ണെടുത്തിട്ടുണ്ട്. ഈ കിണ്ണത്തിൽ ഇതാ ചെറുതായിട്ടൊന്ന് എണ്ണ പുരട്ടി കൊടുക്കാം. സൈഡിലേക്ക് ഒക്കെ ആയിട്ട് പുരട്ടി കൊടുത്തോളൂ കേട്ടോ. ഇനി നമുക്ക് ഈ ക്യാബേജ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് നന്നായിട്ട് വരട്ടി കൊടുക്കാം കേട്ടോ. ഇനി നമുക്കുണ്ടല്ലോ ഇതാ ഞാനിപ്പുറത്ത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു കടായി. ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഇഡ്ഡലി ചെമ്പിലായാലും വെക്കാം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലുണ്ടല്ലോ ഇതേപോലത്തെ ഒരു തട്ടിട്ടാ. അപ്പോൾ എൻ്റെ ഈ തട്ടിൻ്റെ കളർ നോക്കണ്ട, ഇതേപോലെ വെച്ച് വെച്ച് കളർ മാറിയിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ വെച്ച് കൊടുക്കണം. ഇനി നമുക്ക് നമ്മളിത് ആക്കിയതുണ്ടല്ലോ ക്യാബേജ് മുട്ടയ്ക്ക് മൂടിയിട്ട് പരത്തിയത് അതിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു മൂടി കൊണ്ട് ഒന്ന് മൂടി കൊടുക്കുക. എന്നിട്ട് കടായിയുടെ
പാത്രം കൂടി മൂടികൊണ്ട് മൂടണം കേട്ടോ. ഇപ്പം ഇഡ്ഡലി ചെമ്പിലാണെങ്കിൽ നമ്മൾ ഇഡ്ഡലിലേക്ക് വേവിക്കണം അതേപോലെ തന്നെ. ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം. നമ്മുടെ നോക്കിയാൽ നന്നായി തിളച്ചിട്ടുണ്ട്. അപ്പം ഞാൻ തീ ഒന്ന് കുറച്ച് വയ്ക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആവി നമ്മുടെ ഈ മൂടിക്ക് ഒരു ഓട്ടയുള്ള കാരണം ഞാൻ നോക്കിയാൽ ഒരു കോല് കുത്തി കൊടുത്തിട്ടുണ്ട്, പപ്പട കോലിൻ്റെ കഷ്ണം എടുത്തിട്ടാ. പിന്നെ ഒരു കാര്യം കൂടി, നമ്മുടെ ഇതിലേക്ക് തക്കാളി 2 തക്കാളി കൂടി ആവശ്യമുണ്ട്. അപ്പം അത് വേണം. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ എല്ലാവരും ഓടിപ്പോയി പൊട്ടിക്കാം. അപ്പോൾ പൊട്ടിക്കട്ടെ. ചെറുതാക്കി കാലം കുറച്ച് അരിയണമെന്നുള്ളൂ കേട്ടോ. എങ്ങനെ അരിഞ്ഞാലും കുഴപ്പമില്ല. അപ്പൊ നമുക്കിതാ ഇനി മൂടി തുറന്ന് വെന്തുണ്ടോന്ന് നോക്കാം കേട്ടോ. നമുക്കൊരു കോലുണ്ട്, പപ്പട കോല എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഒന്ന് കുത്തി കൊടുത്താൽ മതി. കണ്ട, ഇത് ആവണില്ല. അപ്പൊ ഇത് വെന്തിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്തു. ഇനി ഇതും നമുക്ക് ചൂടാറി കിട്ടണം കേട്ടാ. ഞാൻ അതാ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്, പെട്ടെന്നൊന്ന് ചൂടാറാൻ. നമ്മുടെ കാബേജ് ഇവിടെ ഇരുന്ന് ചൂടാറുമ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള മസാലകൾ ശരിയാക്കാം. അപ്പൊ ഞാൻ തീ കത്തിച്ച് ഒരു കടായി അടുപ്പുമ്മ കയറ്റിയിട്ടുണ്ട്. ഈ കടായി ഒന്ന് നന്നായിട്ട് ചൂടാവട്ടെ കേട്ടാ. അയ്യോ, അതെ, നമ്മുടെ മാങ്ങ വീണ് തുടങ്ങി. ഞാൻ പെട്ടെന്ന് സൗണ്ട് കേട്ടോ. അപ്പൊ എന്റെ തലയിലേക്കിടാവുന്ന ചിട്ടുണ്ടാ. ഇതൊക്കെ എന്റെ തലയില് വേലിക്കൊക്കെ വീണുണ്ട്. ഇങ്ങനത്തെ ഒരു അവസ്ഥ നോക്കിയേ. തൊലിയപ്പനാട്ടത്. നമ്മുടെ കടായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് 3 ടീസ്പൂണ് വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിച്ച് കൊടുക്കണേ. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായോട്ടെ കേട്ടാ. വെളിച്ചെണ്ണ നന്നായി ചൂടായി. അപ്പൊ നമ്മൾ അതിലേക്ക് അരിഞ്ഞു വെച്ച് നമ്മുടെ സബോള ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം. സബോള ഒരു മധുരരസം വരുമല്ലോ, അതുവരെ നമ്മളിത് വഴറ്റി കൊടുക്കണം കേട്ടാ. അപ്പൊ നോക്കി നമ്മുടെ സബോള ഇതേപോലെ വഴറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് വേപ്പില നമ്മളിങ്ങനെ നുറുക്കിട്ട് നോക്കുക കേട്ടാ. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം കൂടി നമ്മൾ ഒരുമിച്ചാണ് ഇട്ട് നോക്കണേ. ഇനി നമുക്കിതൊന്ന് നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒരു പച്ച വാസന പോണ വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെ ഒക്കെ ആ പച്ച കുത്ത് പോയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കണേ. 1 ടീസ്പൂണ് മുളക് പൊടിയായിട്ട് നമ്മൾ ഇടുന്നത്. കാരണം നമ്മൾ പച്ചമുളക് നമ്മുടെ ക്യാബേജിലുണ്ട്, അതേപോലെ നമ്മൾ ഈ സബോള വഴറ്റണയിലും ഇട്ടുണ്ട്. അപ്പോൾ എപ്പോഴും മുളക് പൊടി ഇടുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ടോളാം, എരിവ് കൂടരുത്. പിന്നെ ഇതാ 1 ടീസ്പൂണ് മല്ലിപ്പൊടി. മുന്നേ നമ്മൾ ഒരു 1/4 ടീസ്പൂണോളം നമ്മുടെ ക്യാബേജിൽ ഇട്ടിട്ടുണ്ട്. പക്ഷെ ഇതിലേക്ക് നമ്മളിത് അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഗരം മസാലയാണ്. നല്ലോണം 1 ടീസ്പൂൺ, ചെറിയ ടീസ്പൂണാട്ടാ, ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പൊടികളൊക്കെ ചെയ്യുമ്പോൾ തീ ഒന്ന് കുറച്ച് വെച്ച് ചെയ്തോളൂ. പൊടികളുടെയൊക്കെയും ഒരു മണം ഉണ്ടാവുമല്ലോ, പച്ചമണം പോലെ, അത് പോയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മളിത് അരിഞ്ഞു വെച്ച തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടാ. തക്കാളി നമ്മൾ കൂടുതൽ നേരം ഇട്ടിങ്ങനെ വഴറ്റില്ല, അപ്പൊ പുളി കൂടുതൽ വരും. അപ്പൊ ഒന്നിട്ട് ജസ്റ്റ് 1 മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ഉണ്ടല്ലോ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൽ കിടന്നിട്ട് നമ്മുടെ ഈ തക്കാളി വെച്ച് നല്ലോണം വേവട്ടെ. അപ്പൊ നമ്മുടെ ഈ മസാല ഇവിടെ കിടന്ന് റെഡി ആവട്ടെ കേട്ടാ. ആ ടൈം കൊണ്ടുണ്ടല്ലോ നമ്മുടെ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ സൈഡ് ഇങ്ങനെ എടുത്തിട്ട് വേണമെങ്കിൽ എടുക്കാം. അതല്ല, നമുക്ക് എന്തായാലും ഇത് കട്ട് ചെയ്തേ പറ്റും. അപ്പൊ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്യാം.
ഇതേപോലെ ഓരോ കഷ്ണങ്ങളാക്കിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് എടുക്കുക കേട്ടോ. ഇനി നമുക്കുണ്ടല്ലോ ഇതാ ഒരു പാൻ അടുപ്പമ്മ വെച്ചിട്ടുണ്ട്. ഈ പാലൊന്ന് ചൂടാവട്ടെ. അപ്പൊ ഇതാ പാലൊന്ന് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഇതാ നമ്മൾ ഒരു പാലിങ്ങനെ പരന്ന രീതിയിൽ ചെറുതായിട്ട് അത്രയും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇതിട്ട് കൊടുക്കാം. ഇതൊന്ന് നമുക്കൊന്ന് വറുത്തെടുക്കണം. ചെറുതായിട്ടൊന്ന് വേണ്ട കേട്ടോ, കൂടുതൽ ടൈമൊന്നും വേണ്ട. നമുക്കിതൊന്ന് മറച്ചിടണം കേട്ടാ. ഇപ്പൊ നോക്കി നമ്മൾ 2 സൈഡും മറച്ചിട്ട് പാകമായിട്ടുണ്ട്. അപ്പൊ ഞാൻ തീ ഓഫ് ചെയ്തു. ഇനി നമ്മളിത് ഇങ്ങനെ ഒന്ന് ശരിക്ക് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെളിച്ചെണ്ണ ഒക്കെ ഈ സൈഡിലേക്ക് വരും. ഈ വെളിച്ചെണ്ണ എടുക്കണ്ട. ഇനി ഇതാ നമ്മുടെ മസാല അതെ ഇവിടെ ഇരുന്ന് അതും റെഡി ആയിട്ടുണ്ട്. ഇനി നേരെ ഇതിലേക്ക് അത് ഇടാം കേട്ടോ. വെളിച്ചെണ്ണ ഇല്ലാണ്ട് നമുക്കിങ്ങനെ ഇടാം. അതല്ല നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് ഇതിലേക്ക് ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ. എനിക്ക് നമ്മൾ ഒഴിച്ച വെളിച്ചെണ്ണ ഇവിടെ തന്നെ പോന്നിട്ടുണ്ട്. നമുക്ക് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇങ്ങനെ തന്നെ നമുക്ക് ഒന്ന് മൂടി വെക്കാം കേട്ടോ. അതായത് ഈ മസാലയും ആ എരിവൊക്കെ നമ്മുടെ ഈ ക്യാബേജിന് പിടിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഈ കറി വെച്ചിട്ട് ആർക്കെങ്കിലും നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഇത് ക്യാബേജ് കൊണ്ടാണ് നമ്മളിത് വെച്ച് നോക്കണത് മനസ്സിലേ ആവില്ല. അത്രയും നമ്മൾ പറഞ്ഞാൽ മാത്രമാണ് ഇത് ക്യാബേജ് കൊണ്ട് അല്ലെ ഈ കറി വെച്ചോണ്ട് എന്നുള്ളത് അറിയുള്ളൂ കേട്ടോ. അത്രയും മാറ്റേണ്ട ഈ കറിക്ക്. അപ്പോൾ ഇതാ തീ കൂട്ടിയാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇതാ നന്നായി തളച്ചിട്ടുണ്ട്. ഇനി ഞാൻ 1 മിനിറ്റ് തീ കുറച്ചിട്ട് വെക്കും. കാരണം ഇന്ന കറി എന്നല്ല, ഇങ്ങനെ വെക്കുന്ന ഏത് കറി ആയാലും തീ കുറച്ചിട്ട് ഒന്ന് വെക്കുകയാണെങ്കിൽ ആ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോഴാണ് നമ്മുടെ കറിയുടെ ശരിക്കുള്ള ടേസ്റ്റ് തന്നെ വരിക കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. കറിയിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നു. ഞാൻ തീ ഓഫ് ചെയ്തിട്ട് ഈ 20 കണ്ട തെളിഞ്ഞ് വരണേ. ഇനി ഇതിലിരുന്ന് ഇത്തിരി നേരം ഒന്ന് തിളക്കില്ലോ. അപ്പോൾ അതോടുകൂടി നല്ല അവിടത്തേക്ക് എണ്ണ തെളിഞ്ഞ് നിന്നോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ കറി റെഡിയായി. നല്ല ടേസ്റ്റുള്ള കറിയാണ്. ഞാൻ എന്തായാലും ടേസ്റ്റ് ചെയ്യാൻ ചേട്ടനെ വിളിക്കട്ടെ കേട്ടോ. അപ്പം ഞാൻ രാവിലെ ഒന്ന് വെള്ളയപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. കാണാനെന്ന് എന്താ വെച്ചാൽ എന്താണ് ഈ കറിക്ക് കുറെ ഗ്രേവി വേണമെന്നില്ല. നമ്മുടെ ആ ക്യാബേജിന്റെ ഒരു കഷ്ണല്ലേ, ആ കഷ്ണം അതേപോലെ നമ്മുടെ ഈ അപ്പത്തിന്റെ ഒരു കഷ്ണം കൂടി ആയാൽ തന്നെ നല്ല ടേസ്റ്റാ. ഇത് ചപ്പാത്തിക്ക് ആയാലും പൊറോട്ടയ്ക്ക് ഏതിനും പറ്റും കേട്ടോ. നല്ല രസമായിട്ടുള്ള കറി കാണുമ്പോ നല്ല നോണാന്ന് തോന്നിക്കും. അതന്നെ ശരിക്കും നോണിന്റെ ആ ഒരു ടേസ്റ്റിനെ വരും. നമ്മള് നല്ല രസം. അടിപൊളി ഇതാ. അടുത്ത ദിവസം അടുത്ത വീഡിയോയിട്ട് അവസാനിപ്പിക്കാൻ തോന്നുന്നില്ല. അതാ കഴിക്കണേ.